എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആ സുന്ദരനായ പുരുഷൻ അയാളുടെ അനിയനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് ആ കിളവനോടൊപ്പം അവിടെ എത്തിയതിനു ശേഷമാണ് ഞാൻ അതറിയുന്നത്. എൻ്റെ കുടുംബത്തിന് വേണ്ടി, അതിലുപരി സമ്പന്നതയോടെ ജീവിക്കാൻ വേണ്ടി ഞാൻ ഏറ്റെടുത്തതാണെങ്കിലും അതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം മാറിയത് ഭർത്താവിൻ്റെ അനിയൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. സനലായിരുന്നു എൻ്റെ മനസ്സറിഞ്ഞ് എൻ്റെ മനസ്സിലെ സന്തോഷങ്ങളെല്ലാം പുറത്തെടുത്തത്. കൊല്ലം ജില്ലയിലെ ഒരു ചെറു ഗ്രാമത്തിലെ സമ്പന്നനായ ഒരു വ്യവസായിയാണ് ബാലൻ. അപ്പനപ്പൂപ്പന്മാരായിട്ടുണ്ടാക്കിയിട്ട സ്വത്തും ബിസിനസ്സും ഉള്ളതുകൊണ്ട് വെറും 8ാം ക്ലാസ്സുകാരനായ ബാലനെ വലുതായിട്ടൊന്നും പരിശ്രമിക്കേണ്ടി വന്നിട്ടില്ല. പ്രായം 42 കഴിഞ്ഞു. ഒരു തവണ കെട്ടു കഴിഞ്ഞതാണ്. പക്ഷെ ബാലന്റെ കയ്യിലിരിപ്പ് കാരണം പെണ്ണ് പണ്ടേ ഇട്ടേച്ചു പോയി കളഞ്ഞു. അങ്ങനെ പുര നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് ബാലനെ ഒരു പെണ്ണ് കെട്ടണമെന്ന് മോഹം തോന്നുന്നത്. അങ്ങനെ നാട്ടിലെ പ്രമുഖ ബ്രോക്കർ രമേശിനെ കണ്ട് ആവശ്യം അറിയിച്ചു. ദക്ഷിണയും കൊടുത്തു. ബാലന് കുറച്ച് ഡിമാൻഡ് ഉണ്ടായിരുന്നു. പെണ്ണ് 20-25 പ്രായമുള്ളവളായിരിക്കണം. ആദ്യ ഭാര്യ പോലെ സമ്പന്നമായ കുടുംബത്തിൽ നിന്നൊന്നും വേണ്ട. കാരണം അഹങ്കാരം കൂടും. ബാലൻ പറയുന്നത് ചെയ്യുന്നതും ഒക്കെ അനുസരിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സുന്ദരി പെണ്ണ്, അതാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് തൊട്ടടുത്ത ഗ്രാമത്തിൽ ഒരു വീട്ടിൽ ബാലന്റെ കല്യാണാലോചന വരുന്നത്. കീർത്തി എന്നൊരു 25 വയസ്സുകാരി പെണ്ണ്. അച്ഛൻ ഗോപാലൻ കൂലിപ്പണിയായിരുന്നു. ആയ കാലം മുഴുവൻ വെള്ളമെടുത്ത് പോക്കിത്തരം കാണിച്ച് ഇപ്പോൾ ആരോഗ്യവുമില്ല, കാശുമില്ല. മൂക്ക് നീളക്കടം. അയാളുടെ ഭാര്യ അർബുദം മൂലം കിടപ്പിലാണ്. കീർത്തിക്കാണെങ്കിൽ ഒരു അനിയനുമുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് രമേശൻ ബ്രോക്കർ ആലോചനയായിട്ട് വീട്ടിൽ വരുന്നത്. വന്ന് ഗോപാലിനോട് സംസാരിക്കുന്നത്. ഗോപാലേട്ടാ, നിങ്ങളുടെ സമയം തെളിയാൻ പോവുകയാണ്. ഇങ്ങനൊരു ബന്ധം സ്വപ്നത്തിൽ പോലും നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് രമേശ, കീർത്തി അവൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. അവൾക്ക് എന്തോന്നും ഇഷ്ടപ്പെടാൻ? ജീവിതം മുഴുവൻ ഈ ഇരുട്ടിൽ കഴിഞ്ഞ് ജീവിച്ചാൽ മതി അവൾക്ക്. ഞാൻ പറഞ്ഞല്ല എന്ന് വേണ്ട, ഇങ്ങനൊരു ബന്ധം ഒരിക്കലും ഇനി കിട്ടാൻ പോണില്ല. തന്റെ കടം, ഭാര്യയുടെ ചികിത്സ, ഇതെല്ലാം നടത്തണ്ടേ? താൻ തന്നെ ആലോചിച്ചിട്ട് പറ. എനിക്ക് ഒരു എതിർപ്പുമില്ല രമേശ, നീ അവരോട് വരാൻ പറയൂ. അപ്പോൾ ശരി, ഞാൻ അവരായിട്ട് അന്വേഷിച്ചിട്ട് വിളിക്കാം. അങ്ങനെ രമേശൻ ഇറങ്ങിയപ്പോൾ ഗോപാലൻ അകത്തേക്ക് ചെന്നു. കീർത്തി ഇതെല്ലാം കേട്ട് നിൽക്കുമായിരുന്നു. അച്ഛാ, നിങ്ങളെ വിഷമിക്കേണ്ട, എനിക്കിതിന് സമ്മതമാണ്. എനിക്ക് നമ്മുടെ കുടുംബത്തിന്റെ സമാധാനമാണ് വലുത്. അതിനു മുന്നിൽ എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ്. മോളെ, ഞങ്ങൾ ആരും നിന്നെ നിർബന്ധിക്കില്ല. നമ്മുടെ സാഹചര്യം നിനക്കറിയാമല്ലോ. ഇത് നടന്നാൽ നമ്മുടെ കടം, എൻ്റെയും അമ്മയുടെയും ചികിത്സ എല്ലാം നടക്കും. ഇതല്ലെങ്കിൽ നമ്മളെല്ലാവരും വിഷം കഴിച്ച് മരിക്കേണ്ടി വരും. കീർത്തി ചെറുപ്പമാണേലും അവളുടെ വീട്ടുകാരുടെ ബുദ്ധിമുട്ട് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഈ ബന്ധം കൊണ്ട് അവളുടെ സ്വപ്നങ്ങളൊക്കെ ഇല്ലാതാവുമെങ്കിലും അവളുടെ വീട്ടുകാർ പച്ച പിടിക്കും. അങ്ങനെ അവൾ സ്വയം ബലിയാടാവാൻ തീരുമാനിച്ചു എന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത്. എന്നാൽ അവളുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. അവൾക്കും ആ ദുരിതക്കായ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാശുകാരൻ വരണമെന്ന് തന്നെയായിരുന്നു അവളുടെ ആഗ്രഹം. സൗന്ദര്യമുള്ളതുകൊണ്ട് മാത്രം ഒരു വലിയ പണക്കാരനെ അവൾക്ക് ഭർത്താവായി കിട്ടില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അതിന് സ്ത്രീധനം കൊടുക്കാനും കാശ് കുറച്ച് വേണം. അതില്ലാത്തതുകൊണ്ട് ആരും അവളെ അന്വേഷിച്ച് വരാൻ പോകില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. എന്തെങ്കിലും കുറവുള്ള ഒരാളാണെങ്കിൽ മാത്രമേ തനിക്ക് ഒരു കല്യാണാലോചനയുമായി വലിയ പണക്കാരനെ കിട്ടുള്ളൂ എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ വന്ന ഭാഗ്യത്തെ തട്ടിക്കളയാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ അതിനെ സമ്മതം കൊടുത്തു. അങ്ങനെ ഗോപാലൻ രമേശിനെ വിളിച്ച് പെണ്ണ് കാണൽ തീയതി ഉറപ്പിച്ചു. വരുന്ന തിങ്കളാഴ്ച ബാലനും കൂട്ടരും വരാൻ തീരുമാനിച്ചു. അങ്ങനെ തിങ്കളാഴ്ചയായി. രാവിലെ 10 മണി. വീട്ടിൽ കീർത്തി കുളിച്ചൊരുങ്ങി ഒരു ഉള്ളതിൽ നല്ലത് ചുരിദാർ ഒരെണ്ണം എടുത്ത് ധരിച്ചു നിന്നു. അവളുടെ അനിയൻ സ്കൂളിൽ പോയിരിക്കുകയായിരുന്നു. അമ്മ എണിക്കാൻ പറ്റാത്തതുകൊണ്ട് കിടപ്പിൽ തന്നെയാണ്. ഗോപാലൻ കീർത്തിയോട് പറഞ്ഞു, മോളെ, അവർ വന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഞാൻ വിളിക്കാം. നീ കട്ടൻ ചായ ആയിട്ട് വന്നാൽ മതി. കുറച്ച് അവിൽ നനച്ചതും കൊണ്ടുവന്നേരെ. ശരി അച്ഛാ. അങ്ങനെ ബാലനും കൂട്ടരും 10 മണിയായപ്പോൾ അവരുടെ ഇന്നോവ കാറിലെത്തി. വീട് ഒരു കുടിൽ പോലെയുള്ളൂ. വെളിയിൽ ഗോപാലൻ നിൽപ്പുണ്ട്. വരണം സാർ, അകത്തേക്ക് വരണം. ബാലന്റെ കൂടെ അവന്റെ ഇളയപ്പനും അനിയൻ സനലുമാണുള്ളത്. അവനെ പോലെ തന്നെ രണ്ടും തല്ലിപുള്ളികളാണ്. അവർ അകത്തേക്ക് ചെന്നിരുന്നു. മോളെ കീർത്തി, ചായ കൊണ്ടുവാ. കീർത്തി മുഖം താഴ്ത്തി അല്പം ആരും അറിയാത്ത സന്തോഷം ഉള്ളിൽ അകത്തിക്കൊണ്ട് ചായ ആയിട്ട് വന്നു. ബാലനെ കണ്ടപ്പോൾ തന്നെ കീർത്തിയെ പൊതിച്ചു. നല്ല നിറം, നല്ല നീണ്ട മുടി, ഒരു നാടൻ ലുക്കുണ്ട്. ഏതാണ്ട് നടി പ്രിയങ്ക മോഹനെ പോലെയുണ്ട്. ബാലനാണെങ്കിൽ കറുത്തിട്ട് കഷണ്ടിയൊക്കെ കയറി കൊടവയറും താങ്ങി നിൽക്കുന്ന ഒരു മാമൻ. കീർത്തിയെ കണ്ടപ്പോൾ തന്നെ ബാലന്റെ കൂടെ വന്ന ഇളയപ്പനും സനലിനും കീർത്തിയെ ബോധിച്ചു. അവർ കണ്ടുകൊണ്ട് പരസ്പരം ആംഗ്യം കാണിച്ചു, കള്ളച്ചിരിയുമായി. എനിക്ക് നല്ല അടക്കവും അനുസരണയുമുള്ള ഭാര്യയാണ് വേണ്ടത്. മനസ്സിലായോ കീർത്തിക്ക്? എൻ്റെ മോള് നല്ല അനുസരണയുള്ള സൽസ്വഭാവിയാണ് സാർ. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കത്തില്ല. ശരി. എനിക്ക് പെണ്ണായിട്ട് അല്പനേരം മാറി നിന്ന് സംസാരിക്കണം. സൗകര്യം ഉണ്ടാകുമോ? അതിനെന്താ സാർ, ആ അടുക്കള ഭാഗത്തായിട്ട് സ്ഥലമുണ്ട്. ചെല്ലുമോളെ, സാറിന് കാണിച്ചു കൊടുക്കും. അങ്ങനെ അവർ അവിടെ നിന്ന് കുറച്ചു നേരം സംസാരിച്ചു. അതോടുകൂടി അയാൾ മൂക്കും കുത്തി അവളുടെ മുന്നിൽ വീണു. അവൾക്ക് വേണ്ടി എത്ര കാശ് വേണമെങ്കിലും ചെലവാക്കാൻ അയാൾക്ക് തിടുക്കമായി. പിന്നെ കല്യാണത്തിന് അധികം സമയമുണ്ടായില്ല. കല്യാണ ചെലവെല്ലാം അയാൾ തന്നെയായിരുന്നു എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ കല്യാണം വളരെ നന്നായി തന്നെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ ബാലൻ കീർത്തിയുമായി അവരുടെ വീട്ടിലേക്ക് പോയി. കൊട്ടാരം പോലെയുള്ള ആ വീടും ആ സമ്പന്നതയും എല്ലാം കണ്ട് കീർത്തിയുടെ കണ്ണു മഞ്ഞളിച്ചു പോയി എന്ന് വേണം പറയാൻ. അത്രയ്ക്കും അവൾ ആകർഷകയായിരുന്നു അതിൽ. അങ്ങനെ അന്ന് രാത്രി തൊട്ട് അവളുടെ ജീവിതം തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കാശിൻ്റെ ഒരു ബുദ്ധിമുട്ടും പിന്നെ അവൾ അറിഞ്ഞിട്ടില്ല. എന്നാൽ മറ്റൊരു രീതിയിൽ അവൾക്കൊട്ടും തൃപ്തിപ്പെടാനും
കഴിഞ്ഞില്ല. പ്രായമായതിൻ്റെ എല്ലാ കുറവുകളും ബാലനുണ്ടായിരുന്നു. കാരണം അയാൾക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു അയാൾ. കൂടെയുള്ള ആളുടെ മനസ്സ് കാണാൻ പോലും അയാൾ മെനക്കെട്ടില്ല. മിക്ക ദിവസവും രാത്രിയിൽ ഏറെ വൈകിട്ടാണ് അയാൾ വീട്ടിലേക്ക് വരാറുള്ളത്. അതും കൂട്ടുകാരുമൊത്ത് കമ്പനി കൂടി 4 കാലിലായിരിക്കും അയാളുടെ വരവ്. പിന്നെയുള്ള അവസ്ഥ വളരെ ശോകമായിരുന്നു. അവൾക്ക് രാത്രികളിൽ ഇരുന്ന് കരയാൻ മാത്രമേ നേരം കിട്ടുമായിരുന്നുള്ളൂ. അങ്ങനെ ആ ജീവിതം തന്നെ അവൾക്ക് മടുത്തു തുടങ്ങി. എന്നാൽ ബാലൻ്റെ പണം കൊണ്ട് അവരുടെ കുടുംബം, കീർത്തിയുടെ കുടുംബം വളരെ നന്നായി തന്നെ ജീവിച്ചു പോന്നു. അനിയൻ്റെ പഠിപ്പും അമ്മയുടെ ചികിത്സയും അച്ഛൻ്റെ ചികിത്സയും എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അയാൾ ഉപേക്ഷിച്ച് പോരാനും അവൾക്ക് സാധിച്ചില്ല. അങ്ങനെ ഉപേക്ഷിച്ചാൽ ഇങ്ങനെ ഒരു സമ്പന്നതയിലുള്ള ജീവിതം അവൾക്ക് കിട്ടില്ലെന്നും അവൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം സഹിച്ച് കടിച്ചു പഠിച്ച് ജീവിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. കാശുകൊണ്ട് മാത്രം ഒരാൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല എന്ന് അവൾ അങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങി. എന്നാൽ ആ വീട്ടിൽ അവൾക്ക് ആശ്വാസം ഉണ്ടായിരുന്നത് ബാലൻ്റെ അനിയനായ സനലായിരുന്നു. അവൾ ബാലനോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് അയാൾ പറയുക സനലിനോടായിരുന്നു. ചേട്ടത്തിക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ അയാൾ അവനെ ഏൽപ്പിച്ചു പോകും. അതുകൊണ്ട് തന്നെ കൊണ്ടുപോയി എല്ലാം വാങ്ങിക്കുന്നതും എല്ലാം സനലായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ നല്ലൊരു ബന്ധം വളർന്നു. അങ്ങനെ ഒരിക്കൽ സനലും കീർത്തിയുമായി ടൗണിൽ പോയി വരുന്ന വഴിയായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് അവൻ ചോദിച്ചു, ചേട്ടത്തി, നമുക്കിവിടെ അടുത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ട്, അങ്ങോട്ടൊന്ന് കാണാൻ പോയാലോ? അയ്യോ, ചേട്ടനോട് പറഞ്ഞിട്ടില്ലടാ. ആ ചേട്ടനെങ്ങാനും അറിഞ്ഞ് ചീത്ത പറഞ്ഞാലോ? ഏയ്, അതൊന്നുമില്ല ചേച്ചി, അതിനധികം നേരമൊന്നും എടുക്കില്ല, നമുക്കൊന്ന് പോയി കണ്ടിട്ട് വേഗം വരാം. ഇവിടെ അടുത്ത് തന്നെയാണ്, അധികം നേരം വേഗത്തൊന്നും ഇല്ലെന്നേ. ശരി, വേഗം വരുമെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ നമുക്ക് പോവാം. അങ്ങനെ അവൻ വണ്ടി ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു. അതൊരു കാട്ടുപാതയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആളുകളോ വീടുകളോ വണ്ടികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവർ ആ കാട്ടുപാതയിലൂടെ സഞ്ചരിച്ചു. അവസാനം വെള്ളച്ചാട്ടത്തിനടുത്ത് അവരെത്തി. ആ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ കീർത്തിക്ക് വല്ലാത്ത സന്തോഷമായി. ആദ്യമായിട്ടാണ് അവൾ അങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. അങ്ങനെ അപ്രതീക്ഷിതമായാണ് മഴ പെയ്യാൻ തുടങ്ങിയത്. അവർക്ക് മഴ കൊള്ളുകയല്ലാതെ മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ചാണ് അവളുടെ സന്തോഷം എന്താണെന്ന് ശരിക്കും തിരിച്ചറിഞ്ഞത്. കേവലം പണം മാത്രം ആ സന്തോഷം നൽകില്ലെന്ന് അവൾ മനസ്സിലാക്കിയ ദിവസങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട്. ശേഷം അവൾ അവളുടെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങി. പിന്നെ മാസങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത് അവൾ 2 മാസം ഗർഭിണിയാണെന്ന്. അതറിഞ്ഞപ്പോൾ ബാലനും ഏറെ സന്തോഷമായി. പിന്നെ അയാൾ തന്റെ ചിത്തശീലങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഭാര്യയെ നോക്കി അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു കൊടുത്ത് നല്ലൊരു ഭർത്താവായി ജീവിക്കാൻ തുടങ്ങി. പിന്നെ സനലും ഒരു വിവാഹം കഴിച്ച് സ്വന്തം ജീവിതം ആഘോഷിച്ച് ജീവിക്കാനും തുടങ്ങി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇതിലും നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.